വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. നമ്മളിതിനു മുമ്പ് കോളിഫ്ലവർ മഞ്ചൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല ഇന്ററാക്ഷൻസും റെസ്പോൺസും ഒക്കെ വന്നൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് അതിന്റെ കോളിഫ്ലവർ ഫ്രൈ എങ്ങനെ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഞാനിത് ഈ ഒരു സൈസിലുള്ള 2 കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. കോളിഫ്ലവർ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഞാൻ മഞ്ചൂരിയുടെ ആ ഒരു വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. അതുകൊണ്ട് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ ആവും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏകദേശം ഇതുപോലെ ബ്രാഞ്ചസ് ആയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിൽ ഞാൻ കംപ്ലീറ്റും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു 2 കോളിഫ്ലവർ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോയിൽ ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കല്ലുപ്പാണ് നല്ലത്. അപ്പൊ അതിട്ടതിന് ശേഷം കുറച്ച് ഒരു 1/4 ടേബിൾ സ്പൂൺ മാത്രം മഞ്ഞപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വെള്ളം വെട്ടി തിളയ്ക്കണമെന്നില്ല, ചെറുതായിട്ട് തിള വരുമ്പോ തന്നെ ഞാൻ ആ ഒരു കോളിഫ്ലവർ മൊത്തം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബോയിലാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ മനസ്സിലാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോളിഫ്ലവറിന്റെ സ്റ്റെമ്മിലൊക്കെ ഒരു ഗ്രീനിഷ് കളർ വരും. ഞാൻ പറയുന്നുണ്ട്, മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രീനിഷ് കളർ വരുന്ന സമയത്ത് നമുക്കിത് എടുക്കാം. ഒരു ഏകദേശം ഒരു 50 to 60% മാത്രം വെന്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ബാക്കി അത് കുക്ക് ആയിക്കോളും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നാലേ എല്ലാ ഭാഗത്തേക്കും വെള്ളത്തുള്ളൂ. അപ്പൊ ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് ഞാൻ അതൊക്കെ എടുത്തിട്ട് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു വേവില് മതി. എന്ന് നമുക്ക് ഇതിലോട്ട് മസാല ആഡ് ചെയ്യാം. ഞാൻ ആദ്യം മസാല ആഡ് ചെയ്ത് കോളിഫ്ലവർ ഇടുകയല്ല ചെയ്യുന്നത്, കോളിഫ്ലവറിലോട്ട് മസാല ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മസാല നമ്മുടെ സ്പൈസസ് ഇല്ലേ, അതായത് ഇതാ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, രണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി, അത് ഓപ്ഷനല്ല കേട്ടോ, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വിനേഗർ മതി കേട്ടോ, ഒരു 1 ടേബിൾ സ്പൂൺ വരെ മതി കേട്ടോ. അതിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് അത് ഇളക്കി പിടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് മീൻസ് ഫ്ലോർ ഇടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതിൽ നന്നായിട്ട് ഒരു കൺസിസ്റ്റൻസിയും അതിൻ്റെ ഒരു ഭംഗിയും ഒക്കെ വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനും ഫ്ലോറായിട്ട് കോൺഫ്ലോർ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മൈദയോ അരിപ്പൊടിയോ ഒക്കെ ചേർക്കാം, അല്ലെങ്കിൽ കോൺഫ്ലോറും മൈദയും ചേർക്കാം. ഞാൻ ജസ്റ്റ് കോൺഫ്ലോർ മാത്രം ഇട്ടിട്ട് ആ ഒരു മാവ് വെള്ളവും ആ ഒരു കൺസിസ്റ്റൻസി വരുന്നവരെ, ഈ ഒരു കൺസിസ്റ്റൻസി വരെ അങ്ങനെ കുഴച്ചെടുക്കുന്നത്. അതായത് എല്ലാ കോളിഫ്ലവറും ജസ്റ്റ് ഒന്ന് മാവ് ഒരു പറ്റി നിൽക്കുന്ന ആ ഒരു സമയം വരെയാണ് ഞാൻ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ, അതാണ് അതിൻ്റെ ഒരു പാകം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അത് പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. മറ്റേത് മാവ് അവിടെ എവിടെ പിടിച്ചിട്ടുണ്ടാകുമ്പോൾ ഷേപ്പ്ലെസ് ആയി പോകും. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. എന്നിട്ട് നമുക്കിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ മുളക് അങ്ങനെ ഒരെണ്ണത്തിനെ തന്നെ 4 or 5 കുഞ്ഞു കുഞ്ഞു സ്ലൈസസ് ആക്കി ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ അത് നല്ലൊരു ഭംഗിയായിരിക്കും. കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ഒരു മണമൊക്കെ കിട്ടുന്ന അപ്പോഴായിരിക്കും. അപ്പൊ ഇത്രയാണ് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ. എല്ലാവരും ഭയങ്കര ഇതില് നമുക്ക് ഫുഡൊന്നും ചോറിന്റെ ഒപ്പം ഒന്നും അല്ല, ജസ്റ്റ് വെറുതെ ഒന്ന് കഴിക്കാൻ തന്നെ എന്ത് ടേസ്റ്റാന്നറിയാം. അപ്പൊ എന്തായാലും കോളിഫ്ലവർ ഫ്രൈ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് പറയാം. പിന്നെ മഞ്ചൂരിയൻ ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് മഞ്ചൂരി ആക്കാനുള്ള കുറച്ച് ടിപ്സും കൂടി കാര്യങ്ങളും കൂടി ഞാൻ മഞ്ചൂരിയന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക്. സോ അത്രയാണ് ഇന്നത്തെ വീഡിയോ. വേറെ വീഡിയോ ആയിട്ട് വരാട്ടോ. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.